ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ വീക്ക്ലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിഫ്റ്റി വളരെ കരുത്തോടെ കഴിഞ്ഞ ഒരാഴ്ച ബിഹേവ് ചെയ്തു. അങ്ങനെ ഏകദേശം 25,637 നിഫ്റ്റി വന്ന് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റി ഓൾ ടൈം ഹൈ കട്ട് ചെയ്ത് മുകളിൽ പോകുമോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇതാണ് ഓൾ ടൈം ഹൈ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അവിടത്തേക്ക് ഏകദേശം ഇനി ഒരു 650 ഒരു 700 പോയിൻ്റ് കൂടെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഓൾ ടൈം ഹൈക്ക് അടുത്ത് എത്തും. പക്ഷെ അവിടെ എത്തുമോ ഇല്ലയോ, അതിന് മുന്നേ വീഴുമോ എന്നുള്ളതൊക്കെയാണ് ചോദ്യം. നമ്മൾ എന്തായാലും നിഫ്റ്റിയെ ഒന്ന് അഴിച്ച് പറക്കിയിട്ട് ഒന്ന് ചെക്ക് ചെയ്യാൻ പോവാം. അപ്പം നിങ്ങൾ ഈ കാണുന്നത് നിഫ്റ്റിയുടെ ഡേ ടൈം ഫ്രെയിമാണ് നിങ്ങൾ കാണുന്നത്. അതിന് മുന്നേ എനിക്ക് പറയാനുള്ളൊരു കാര്യം, കഴിഞ്ഞ ദിവസം ഞാൻ വെള്ളിയാഴ്ച വീക്ക്ലി PL ചോദിച്ചായിരുന്നു നിങ്ങളോട്, അല്ലേ? അപ്പോൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ തലേ ദിവസം വ്യാഴാഴ്ച എക്സ്പയറിയുടെ ഡേയുടെ അന്ന് ഞാൻ നിങ്ങളെ കുറേ തെറി വിളിച്ചായിരുന്നു, അല്ലേ? കുറേ ബഹളം വെച്ചായിരുന്നു നിങ്ങളുടെ അടുക്കൽ. നിങ്ങളെല്ലാവരും ഹീറോ കളിക്കാൻ പോയി ലോസ് ഉണ്ടാക്കി എന്ന്. പക്ഷെങ്കിൽ എന്നെ അതിശയിപ്പിച്ചുകൊണ്ട് അന്നത്തെ അതിൻ്റെ കമൻറ്റുകൾ നിങ്ങൾ വായിച്ച് നോക്കി കഴിയുക. അതിൽ ഒരു 70% ആൾക്കാരും അതിൽ പെട്ടുപോയില്ല എന്നുള്ളതാണ് അതിശയകരമായ കാര്യം. സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഞാൻ വിചാരിച്ചു അന്ന് എല്ലാവരും കൊണ്ടുപോയി കിട്ടിയ പൈസ കൊണ്ട്, അപ്പോൾ അങ്ങനെ ഒരു 2-3-4 പേര് എനിക്ക് മെസ്സേജ് ചെയ്യുന്നു, സാറേ രാവിലെ കുറച്ച് പൈസ കിട്ടി, അതെല്ലാം ഉച്ചയ്ക്ക് പോയി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെല്ലാവരും ആ രീതിയിൽ തന്നെ പെരുമാറി എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെങ്കിൽ എന്നെ ഞെട്ടിച്ചുകൊണ്ട് ഭൂരിഭാഗം പേരും ഉച്ചയ്ക്ക് അവർ മാറി നിന്നു. ന്യായം പാലിക്കാൻ എല്ലാവരും തീവ്രമായ ശ്രമം നടത്തുന്നുണ്ട് എന്നറിയുന്നതിൽ വളരെ 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 സന്തോഷമുണ്ട്. കാരണം എക്സ്പയറി ഡേയുടെ അന്നത്തെ ആ റാലിയിൽ കഴിവതും പേര് മാറി നിന്നു, അല്ലെ പെട്ടുപോയില്ല. ചിലർക്കൊക്കെ പ്രോഫിറ്റ് അതിൽ ബുക്ക് ചെയ്തു. അപ്പോൾ കമൻറ്റുകളൊക്കെ വായിച്ച് നോക്കി കഴിഞ്ഞപ്പം അവിടെ വലിയ നെഗറ്റീവുകളൊന്നും ഞാൻ കണ്ടില്ല. കുറച്ച് പേർക്ക് മാത്രമേ ലോസ് ഉണ്ടായുള്ളൂ. പിന്നെ പേഴ്സണലായിട്ട് കുറേ പേര് ആ വീഡിയോ കണ്ടതിന് ശേഷം എനിക്ക് മെസ്സേജ് അയച്ചു, സാർ ഇല്ല, ഞങ്ങൾ ന്യായം പാലിച്ച് മാറി നിന്നു, ഞങ്ങൾ പെട്ടുപോയില്ല എന്ന് പറഞ്ഞ് ധാരാളം പേര് മെസ്സേജ്. അപ്പം അത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. കാരണം എന്താണ്, നിങ്ങൾ ന്യായം പാലിക്കാൻ പഠിച്ചു തുടങ്ങി, അല്ലേ? നിങ്ങൾക്ക് ഇതിൽ നിലനിൽക്കണം, ഇതിൽ നിന്ന് 10 പൈസ സമ്പാദിക്കണം എന്നുള്ളൊരു ചിന്താഗതി നിങ്ങളുടെ ഉള്ളിൽ ഉടലെടുക്കാൻ തുടങ്ങി. അതിൻ്റെ റിസൾട്ടുകളാണ് ഇങ്ങനെ കാണുന്നത്. ഇങ്ങനെ തന്നെ പോവുക. കാരണം അതിനെ 100% നിങ്ങൾ പറഞ്ഞത് സത്യമാണെന്ന് തെളിയിക്കുന്ന PL ആയിരുന്നു നമ്മൾ വീക്ക്ലി പോളിൽ കണ്ട സാധനം. ഓക്കെ, വീക്ക്ലി പോളിൽ കണ്ട സാധനം നിങ്ങൾ ഏകദേശം 65% ആൾക്കാർ എന്ത് ചെയ്തു? പ്രോഫിറ്റിലിറങ്ങി കഴിഞ്ഞ ആഴ്ച. വളരെ 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 സന്തോഷം. നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ഇത്രയും പേര് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ചൊരു 40-50% എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെങ്കിൽ 65%, പ്രത്യേകിച്ച് ബിഗിനേഴ്സ് എല്ലാവരും വളരെ മാന്യമായ രീതിയിൽ നിങ്ങൾ ന്യായം പാലിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനെ നിങ്ങൾ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തു. നിങ്ങൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഈ ഒരു റേഷ്യോ 60-65% എന്നുള്ള റേഷ്യോ നിങ്ങൾ എല്ലാ ആഴ്ചയും നിങ്ങൾ നിലനിർത്താൻ ശ്രമിക്കുക. അതിന് ആത്മാർത്ഥത. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം കിട്ടിയിട്ടുണ്ടല്ലേ? നിങ്ങൾക്കിപ്പോൾ ഈ കഴിഞ്ഞ 1-2 ആഴ്ച കൃത്യമായിട്ട് നിങ്ങൾ പച്ച കത്തിച്ച് കഴിഞ്ഞപ്പോൾ എന്നെക്കൊണ്ട് പറ്റും, ഇങ്ങനെ ചെയ്താൽ എന്നെക്കൊണ്ട് പറ്റും എന്നൊരു ആത്മവിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ ഉടലെടുത്തിട്ടുണ്ട്. ആ ആത്മവിശ്വാസം നിങ്ങൾ കെടാതെ സൂക്ഷിക്കുക. ഓക്കെ, ഇത് നഷ്ടപ്പെടാൻ 1 മിനിറ്റ് മതി. ഒറ്റ മിനിറ്റത്തെ ഒരു ട്രേഡിൻ്റെ അശ്രദ്ധ മതി നിങ്ങൾക്ക് കിട്ടിയത് മുഴുവൻ വെള്ളത്തിൽ പോകാൻ. അതുകൊണ്ട് വളരെ വളരെ സൂക്ഷിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യുക. ട്രേഡ് ഉള്ളപ്പം മാത്രം ട്രേഡ് ചെയ്യുക. എൻട്രി പോയിൻ്റ് എത്തിയാൽ മാത്രം ട്രേഡ് ചെയ്യുക. ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ മാത്രം ട്രേഡ് ചെയ്യുക. കൃത്യമായി SL കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി പാലിച്ചാൽ നിങ്ങൾക്ക് നിലനിന്ന് പോവാം ഇനിയും മുന്നോട്ട്. ഇനിയിപ്പോൾ ഞാൻ അടുത്ത ആഴ്ച മാത്രമേ മന്ത്ലി PL ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ അടുത്ത മാസം, ഈ ജൂലൈ മാസം അവസാനിക്കുമ്പം ഞാൻ നിങ്ങളുടെ മന്ത്ലി PL ചോദിക്കും. ഓക്കെ, മന്ത്ലി PL
നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പച്ച കത്തിച്ചു എന്നറിയാൻ ഞാൻ കാത്തിരിക്കുന്നു. അപ്പം അതിനുവേണ്ടി നിങ്ങൾ ഉത്സാഹിക്കുക. ഓക്കെ, എല്ലാ ആഴ്ചയും വീക്കിലി ഞാൻ ചോദിക്കും. അതുപോലെ തന്നെ അടുത്ത പ്രാവശ്യം മന്ത്ലി ഞാൻ ചോദിക്കും. നിങ്ങളുടെയൊക്കെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് അറിയണമല്ലോ. ഓക്കെ, അപ്പം അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ച് കണ്ട് ട്രേഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്കിനിയും വീക്കിലി അനാലിസിസിലോട്ട് വരാം. ഓക്കെ, അപ്പോൾ ഈ കാണുന്നത് ഡേ ക്യാൻഡലിൻ്റെ ചാർട്ടാണ്. നമുക്കിവനെ ഒന്ന് ജസ്റ്റ് വീക്കിലിയിലോട്ടൊന്ന് മാറി നോക്കാം. അപ്പം മാർക്കറ്റ് ഈ പറയുന്ന പോലെ 26,300 റേഞ്ചിലേക്ക് ഓൾ ടൈം ഹൈയിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒറ്റ സ്ട്രെച്ചിന് ഇവിടെ എത്തുമോ അതോ ഒരു ഫോൾ കിട്ടിയിട്ട് പോവോ എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് വീക്കിലി അനാലിസിലോട്ട് നോക്കാം. വീക്കിലി അനാലിസിൽ എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. അപ്പം വീക്കിലി അനാലിസിസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് ഒരു ഒറ്റ സ്ട്രെച്ചിനാണ് ഇത്രയും പോയിൻ്റ് ഇവിടുന്ന് ഏകദേശം എന്നാണ് ഇത് ഏകദേശം ഏപ്രിൽ മാസം ആദ്യം തുടങ്ങിയ റാലിയാണ്. ഇതിപ്പം ജൂൺ മാസം അവസാനം അനുവദിച്ചു. അപ്പോൾ ഏപ്രിൽ മെയ് ജൂൺ 3 മാസം കൊണ്ട് നിഫ്റ്റി ഏകദേശം എത്ര പോയിൻ്റ് സഞ്ചരിച്ചു? നമുക്ക് നടന്നു നോക്കാം. എത്ര പോയിൻ്റ്? ഏകദേശം ഒരു 3850 പോയിൻ്റോളം നിഫ്റ്റി 3 മാസം കൊണ്ട് ഇവിടുന്ന് റാലി ചെയ്തു. 3850 പോയിൻ്റ് 3 മാസം കൊണ്ട്. ഓക്കെ, അപ്പം ഇത് ഇവിടെ എത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അപ്പം ഇതിന് മുന്നേ ഒരു പക്ഷെങ്കിൽ നിഫ്റ്റി ഓരോ പ്രാവശ്യവും റാലി തരുമ്പോഴും ഒറ്റ സ്ട്രെച്ചിന് ഇങ്ങനെ 4000-5000 പോയിൻ്റ് ഒറ്റയടിക്ക് പോകാൻ സാധ്യതകൾ വളരെ കുറവാണ്, ഇല്ലേ? അതിനിടയ്ക്ക് പലപ്പോഴും ഡിപ്പ് എന്നൊരു സംഭവം നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും ഒരു ഡിപ്പിൻ്റെ അനിവാര്യത ഉണ്ട്. ഇവിടെ എത്തുന്നതിന് മുന്നേ ഈ ഓൾ ടൈം ഹൈ എത്തുന്നതിന് മുന്നേ ഇവിടെ ഒരു ഡിപ്പിൻ്റെ ഇവിടെ എത്തുന്നതിന് മുന്നേ ഈ സാധനം ഇവിടെ എത്തുന്നതിന് മുന്നേ ഒരു ഡിപ്പ് തന്നിട്ട് മേലോട്ട് കയറി പോകുമ്പോഴായിരിക്കും അതിനൊരു സ്ട്രെങ്ത്. ഒരു ഹെൽത്തി മാർക്കറ്റ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, വീണ് കയറി പോകുന്ന മാർക്കറ്റാണ് ഹെൽത്തി മാർക്കറ്റ്. ഒരിക്കലും ഇങ്ങനെ കയറി പോകുന്ന മാർക്കറ്റ് ഒടിഞ്ഞു വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിൻ്റെ ഫോളും വളരെ സിവിയർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്തുന്നതിന് മുന്നേ ഒരു ചെറിയ ഫോളെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കണം. അത് ഒരു ഹെൽത്തി കറക്ഷൻ എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ആ ഹെൽത്തി കറക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ശേഷം മാർക്കറ്റ് പിന്നെ ഒരു അപ് ട്രെൻഡിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അതുമാത്രമല്ല, അടുത്ത ആഴ്ച മുതൽ നമ്മുടെ കോർപ്പറേറ്റ് റിസൾട്ട്, നമ്മുടെ ജൂൺ മാസം കഴിഞ്ഞ് ജൂലൈ മാസം മുതൽ അടുത്ത ക്വാർട്ടർ ടൂവിൻ്റെ കോർപ്പറേറ്റ് റിസൾട്ടുകൾ ആരംഭിക്കുകയാണ്. അപ്പം ഈ റിസൾട്ടുകളൊക്കെ മാർക്കറ്റിനെ സ്വാധീനിക്കും. ഓക്കെ, കോർപ്പറേറ്റ് റിസൾട്ടുകളൊക്കെ മാർക്കറ്റിനെ സ്വാധീനിക്കും. ഹെവി വെയിറ്റേജ് സ്റ്റോക്കുകളുടെ റിസൾട്ടുകൾ മാർക്കറ്റിനെ ബാധിക്കും. ബാങ്കുകളുടെ പെർഫോമൻസ് മാർക്കറ്റിനെ ബാധിക്കും. അപ്പോൾ ഇതൊക്കെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഘടകമാണ്. അപ്പോൾ മാർക്കറ്റിന് മുന്നോട്ട് പോകാൻ ഉള്ള ഊർജം പകരുന്ന ഒന്നാമത്തെ ഘടകം നമ്മുടെ കോർപ്പറേറ്റ് റിസൾട്ടുകളാണ്. ഓക്കെ, കോർപ്പറേറ്റ് റിസൾട്ടുകളാണ് ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തെ ഘടകം യുഎസുമായിട്ടുള്ള ട്രേഡ് ഡീലാണ്. ഓക്കെ, ട്രേഡ് ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ മാർക്കറ്റിനെ മുന്നോട്ടോ പിന്നോട്ടോ വലിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോ ചുവടും വെക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് മാത്രം മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, അത്രമാത്രമേ എനിക്കിപ്പം തൽക്കാലം പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് ഈ വീക്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിനകത്ത് എന്തെങ്കിലും കിട്ടാനുള്ള വകുപ്പുണ്ടോ നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഒന്ന് ചെറുതാക്കി നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ട്രെൻഡ് ലൈൻ ഒന്ന് ചുമ്മാ വരച്ച് നോക്കിയാലോ. ഒരു ട്രെൻഡ് ലൈൻ വരച്ചാൽ ഇവിടുന്ന് ഇപ്പോൾ ഇത് ഈ കാണുന്ന കൊറോണയുടെ ആ വീഴ്ചയായി കാണുന്നത്. ഇവിടെ നമ്മളിങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിക്കോട്ടെ. ഈ ഒരു ട്രെൻഡ് ലൈൻ ഇതാണ് മാക്സിമം ടച്ചസ്. ഒന്ന് ഇവിടെ വന്നു, പിന്നെ ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് നേരെ മാർക്കറ്റ് തിരിച്ചു പോയേക്കുക അല്ലേ. അപ്പം ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടാർഗറ്റ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തിട്ടൊന്ന് മേലോട്ട് വെച്ച് നോക്കാം. ഇതിനെ കോപ്പി ചെയ്ത് വെച്ച് നോക്കിയാൽ നമുക്ക് ഒപ്പിക്കാൻ പറ്റുന്ന ഇവിടെ നോക്കാം. ഇതാണ് ഒപ്പിക്കാൻ പറ്റുന്നൊരു പോയിന്റ്. ഓക്കെ, ഇത് വീക്കിലിയാണ്. വീക്കിലി കാണുന്നൊരു ട്രെൻഡ് ലൈനാണ് ഈ കാണുന്നത്. താഴത്തെ ഈ ട്രെൻഡ് ലൈൻ, എൻ്റെ ട്രെൻഡ് ലൈൻ വരെ ശരിയാണെന്നൊന്നും എനിക്ക് യാതൊരു എന്താ പറയുന്നത്, ഞാനങ്ങനെ സത്യമാണ് കറക്റ്റാണെന്ന് സമർത്ഥിക്കുന്നൊന്നുമില്ല. എൻ്റെ ഐഡിയ വെച്ച് വരച്ചു. അല്ലെങ്കിൽ പലരും വരയ്ക്കുന്നത് പല രീതികളിലായിരിക്കും. പക്ഷേ എൻ്റെ ഒരു രീതി വെച്ച് ഞാൻ വരയ്ക്കുന്ന വര ഇങ്ങനെയാണ്. ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കത് തെറ്റായിട്ട് തോന്നാം, അല്ല കറക്റ്റ് ആക്യുറേറ്റ് അല്ലെന്നൊക്കെ തോന്നാം. ഓക്കെ, എങ്കിലും
ഞാൻ എൻ്റെ സ്റ്റൈലിൽ വരച്ചു, നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റൈലിൽ വരയ്ക്കാം, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ വരച്ചു, ഈ 2 വര മാത്രമേ വരയ്ക്കുന്നുള്ളൂ ഇതിനകത്തിൽ. ഓക്കെ, അപ്പോൾ ഈ 2 വരയ്ക്കകത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 2020 മുതൽ, കൊറോണ സമയം മുതലുള്ള ഒരു ട്രെൻഡ് ലൈനാണ് ഈ പോകുന്നത്. അപ്പോൾ മാർക്കറ്റ് ആ ഏരിയയിൽ വന്ന് സപ്പോർട്ട് എടുത്തതിന് ശേഷം വീണ്ടും മുകളിലോട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങ് ഒറ്റ സ്ട്രെച്ചിന്, അടുത്ത ഒരു സ്ട്രെച്ചിന് മാർക്കറ്റ് അടുത്ത വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ക്യാൻഡിൽ വീണ്ടും വീഴുകയാണെന്നുണ്ടെങ്കിൽ നേരെ ഓൾ ടൈം ഹൈ അടിക്കും, ഒറ്റയടിക്ക് ഓൾ ടൈം ഹൈ അടിക്കും. 26 300 റേഞ്ചിലോട്ട് പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല. പക്ഷേങ്കിൽ അങ്ങനെ വീഴുമോ എന്നുള്ളത് നമുക്കൊന്ന് കണ്ടറിയണം. കാര്യം ഈ പോകുന്ന പോക്കിന് ഇന്ന് വലുതാക്കി കാണിക്കുക. ഈ പോകുന്ന പോക്കിന് ഒരു ഡിപ്പ് കിട്ടിയിട്ടില്ല ഇതുവരെയായിട്ടും, അല്ലേ? മാർക്കറ്റ് ഇവിടെ നിന്ന് പോയി ഇവിടെ വന്നു, ഇത് ഒരു വലിയ ഫോളായിരുന്നു. ഈ ഫോളിന് ശേഷം മാർക്കറ്റ് നേരെ മുകളിലോട്ട് പോയി ഒരു കൺസോളിഡേഷൻ നടത്തിയതിന് ശേഷമാണ് ഒരു ഫുൾ, ഈ വീക്കിന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഏകദേശം നല്ല ഫുൾ സ്ട്രെങ്ത് ബോഡി ഉള്ളൊരു ക്യാൻഡിലാണ്. ഒരു ഫുൾ സ്ട്രെങ്ത് ബോഡി ഉള്ളൊരു ക്യാൻഡിലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ബുള്ളിഷ് സെറ്റപ്പ് മാർക്കറ്റിൽ നിപ്പുണ്ട്. നിലവിൽ ഇത് കാണുമ്പോൾ ഒരു ബുള്ളിഷ് സെറ്റപ്പാണ് കാണുന്നത്. പക്ഷെങ്കിൽ നമുക്ക് ഈവൻ ഒരു ഡിപ്പ് തരുമോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്കൊന്ന് നോക്കി കാണേണ്ടത്. അപ്പം വീക്കിലി അനാലിസിൽ അടുത്ത ആഴ്ചത്തെ ക്യാൻഡിൽ ബുള്ളിഷ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ ഓൾ ടൈം ഹൈ ക്രോസ് ചെയ്ത് മുകളിൽ പോകാനുള്ള സാധ്യതയുണ്ട്. അതായത് 26,281 25 637 ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു 700 പോയിൻറ്റും കൂടെ, ഒരു 700 പോയിൻറ്റിൻ്റെ റാലി അടുത്ത ആഴ്ച കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. 700 പോയിൻറ്റ് റാലി അടുത്ത ആഴ്ച കിട്ടുമോ? അത് നമുക്ക് കാത്തിരുന്ന് കാണാനേ പറ്റത്തുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആഴ്ച വീണ്ടും ഈ ആഴ്ചത്തെ ക്യാൻഡിൽ ബുള്ളിഷായിട്ട് ഈ ഓൾ ടൈം ഹൈയുടെ മുകളിൽ വീക്കിലി ക്യാൻഡിൽ ഇതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഓൾ ടൈം ഹൈയുടെ മുകളിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒരു അപ്സൈഡ് റാലി കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഇതിനെ പിന്നോട്ട് വലിക്കുന്ന പല ഘടകങ്ങളുണ്ട്. ഒന്ന്, US ഇന്ത്യ ട്രേഡ് കരാറുണ്ട്. 2, കോർപ്പറേറ്റ് റിസൾട്ടുണ്ട്. ഇത് 2 കാര്യങ്ങളും മാർക്കറ്റിനെ നന്നായിട്ട് സ്വാധീനിക്കും. മാർക്കറ്റിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തെ ഈ 2 ഘടകങ്ങളും നല്ല പോലെ എഫക്റ്റ് ചെയ്യും. മൂന്നാമത്തെ കാര്യം, ഉക്രൈൻ റഷ്യക്കകത്ത് കയറി അടിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ അടിച്ചു, നല്ലപോലെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇനി ആ പുള്ളി തിരിച്ച് എന്ത് ചെയ്യും എന്നുള്ളത് ദൈവം തമ്പുരാനെ മാത്രമേ അറിയത്തുള്ളൂ. അത് നമുക്കൊരു കൺസേൺ ആണ്. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലെങ്കിലും അന്തം വിട്ട കളിക്ക് വല്ലതും മുതിരുവാണെന്നുണ്ടെങ്കിൽ അതും ഒരു പ്രശ്നം ആകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അടുത്ത കാര്യം, ഇറാൻ വീണ്ടും ചെറിയ ചൊറിച്ചിലുമായിട്ട് വരുന്നുണ്ട്, അതും ഒരു പ്രശ്നങ്ങളാണ്. അപ്പോൾ എല്ലാം മൊത്തത്തിൽ മാർക്കറ്റിൽ ചെറിയ ഒരു അൺസർട്ടനിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. എങ്കിലും ഇതിനെയൊക്കെ അതിജീവിച്ച് മാർക്കറ്റ് മുന്നോട്ട് പോകുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. അങ്ങനെ തിരിച്ച് മാർക്കറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത, തിരിച്ച് വന്നാൽ ഒരു സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം വളരെ സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് തിരിച്ചു പോകും. ഇങ്ങനെ ഇവിടെ വന്നിട്ട് തിരിച്ച് കയറുവാണെന്നുണ്ടെങ്കിൽ, ഇവിടുന്ന് ഈ വീക്കിലിയിൽ ഇതിവിടെ വന്ന് തിരിച്ച് ഇങ്ങനെ വന്നിട്ട് അതിന് ശേഷം ഇവിടെ വന്ന് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ അതൊരു ഹെൽത്തി മാർക്കറ്റ് ആയിരിക്കും. അല്ല ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത നമുക്ക് കണ്ടറിയാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും വരുന്ന ആഴ്ചകളിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഇരിക്കുക. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ് നമുക്കിനി ഡേയിലോട്ടോ അല്ലെ ഇൻട്രാഡേയിലോട്ടോ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് വന്നതിന് ശേഷം ഒരു ഗ്രീൻ ക്യാൻഡിലൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിനകത്തിൽ നമുക്ക് നോക്കേണ്ടത് പ്രധാനമായിട്ടും ഒരു സപ്പോർട്ട്, ഇവിടെ ഡേ വൈസിൽ നമ്മൾ നോക്കേണ്ട ഒരു സപ്പോർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ ഓൾറെഡി വരച്ചതാണിത്. ഈ ഒരു സാധനം നല്ലത് വരയ്ക്കാം. ഓക്കെ, ഈ ഒരു സാധനം നമുക്ക് ഇതെങ്ങനെ നോട്ടെ, ഇതൊരു പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടാണ്. ഒരു പക്ഷെങ്കിൽ ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇത് പൊട്ടുവാണെന്നുണ്ടെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ ആയിരിക്കും അടുത്ത സപ്പോർട്ട്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ നോക്കിയിരിക്കുക. ഇതിന് മുകളിലും നമുക്കൊരു സാധനം വരയ്ക്കാനുണ്ട്. ഡേ വൈസിലാണ് ഞാൻ ഈ വരയ്ക്കുന്നത്. ഈ രണ്ട് സംഭവം അങ്ങനെ ഇരുന്നോട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ
മാർക്കറ്റ് തിരിച്ചൊരു സപ്പോർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ 25,000 ഇറങ്ങി വരാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. 25,000 ഇറങ്ങി വന്ന് താഴോട്ട് വരുന്നെങ്കിൽ അടുത്തത് 24,500 ആയിരിക്കും വരുന്നത്. പിന്നെ വരുവാണെന്നുണ്ടെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ ആയിരിക്കും. മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അപ്സൈഡ് റാലി നമുക്ക് പ്രതീക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലോട്ട് പോകും. വീക്കിലി ക്യാൻഡിൽ ക്ലോസ് ചെയ്തെങ്കിൽ മാത്രമേ ഫർദർ കൺഫർമേഷൻ ഉള്ളൂ. ഓക്കെ, ഡബിൾ കൺഫർമേഷൻ വീക്കിലി ക്യാൻഡിൽ ഇതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യണം. ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പിന്നെ അടുത്ത സപ്പോർട്ട് ഈ ഓൾ ടൈം ഹൈ ആയിരിക്കും. അതിനുശേഷം അവിടെ എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്ക് നോക്കി മാത്രമേ നോക്കാം. അപ്പോൾ ഞാനീ പറഞ്ഞ കാര്യം 1-2 കാര്യം ഈ നിങ്ങളുടെ മനസ്സിലിരിക്കണം. ഈ ഗ്ലോബലി നടക്കുന്ന നമ്മുടെ ഇന്ത്യ അമേരിക്ക US കരാർ ഈ ട്രേഡ് ഡീലുണ്ട്, പിന്നെ കോർപ്പറേറ്ററിൻ്റെ റിസൾട്ടുണ്ട്, പിന്നെ ഇപ്പോൾ നടക്കുന്ന ഈ ചെറിയ ഗ്ലോബലി നടക്കുന്ന ചൊറിച്ചിലുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്തായി തീരും എന്നുള്ളത് നിങ്ങൾ എപ്പോഴും ന്യൂസ് അപ്ഡേറ്റഡ് നിങ്ങളായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതിനകത്ത് പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട പോയിന്റ് ഈ ഓൾ ടൈം ഹൈ ആണ്. ഈ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യുകയിൽ പലതാണ് പറയുന്നത്. ചിലർ പറയുന്നത് ഈ ആഴ്ച തന്നെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകും. ചിലർ പറയുന്നു 27,000 എത്തും, ചിലർ പറയുന്നത് 27,500 എത്തും. എവിടെ വേണമെങ്കിൽ എത്തിക്കോട്ടെ മാർക്കറ്റ്. നമുക്കെന്താണ്, നമ്മുടെ ആവശ്യം എന്താണ്? നമുക്ക് മാർക്കറ്റ് എങ്ങോട്ട് പോയാലും 10 പൈസ നമുക്ക് ഉണ്ടാക്കണം. അത് മാത്രമേ ആയിരിക്കണം നമ്മുടെ ചിന്ത. ഓക്കെ, മാർക്കറ്റ് എങ്ങോട്ട് വേണേൽ പൊക്കോട്ടെ, ഒരു പ്രശ്നമില്ല. നമ്മൾ ട്രെൻഡിനകത്ത് പോവുക, അത്ര മാത്രമേ ഉള്ളൂ. മാർക്കറ്റ് ഏത് വഴിക്കാണോ ആ വഴിക്ക് നമ്മൾ കൂടെ പോവുക, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ നമുക്ക് തർക്കങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. എനിവേ, എന്തായാലും നമുക്ക് കണ്ടറിയാം. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണ്ടായല്ലോ. അപ്പോൾ നമുക്ക് 5 മിനിറ്റിൻ്റെ ക്യാൻഡിലോട്ട് ഇൻട്രാഡേ നമുക്ക് എങ്ങനെ ഇതിനെ ഹാൻഡിൽ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇൻട്രാഡേ ഹാൻഡിൽ ചെയ്യാൻ വരയില്ല, എവിടെ പോയി? ഓക്കെ, ഇൻട്രാഡേയിൽ നമുക്ക് വരയ്ക്കാനുള്ള ഇതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഞാൻ ഈ വരയ്ക്കാൻ പോകുന്നത്. ഈ പോയിൻ്റ് ഇതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണിത്, ഈ ഒരു ഒറ്റ പോയിൻ്റ്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് 25,608 ഇറങ്ങി വരുന്നുണ്ടെന്ന് നോക്കുക. ഓക്കെ, ഇത് ബ്രേക്ക് ചെയ്താൽ അടുത്ത പോയിൻ്റ് ഇതാണ്, ഇത് 25,529. പിന്നെ താഴോട്ട് വരാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ലൈൻ എന്ന് പറയുന്നത് 25,477. പ്രീവിയസ് വല്ലതും ഉണ്ടോ? അടുത്തെങ്ങും ഇല്ല, ഇല്ലേ? നമുക്ക് ഇത് തന്നെ വരയ്ക്കാം. ഈ ഒരു സപ്പോർട്ട് 25,476 ഒന്നത്. അതിന് ശേഷം ഉള്ളത് ഈ ഒരു പോയിൻ്റ്, ഈ ഒരു പോയിൻ്റ്. ഇത്രയാണ് നമുക്ക് 476, 348 ഇവിടൊക്കെ ഉണ്ട്, പക്ഷേ അത് അത്ര സുഖമല്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ. പിന്നെ ഇവിടുന്ന് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമുക്ക് 25,087 ആണ്. ഇവിടെ ഉണ്ടൊരു പോയിൻ്റ്. ധാരാളം റെസിസ്റ്റൻസുകൾ സപ്പോർട്ടുകളും ഉണ്ട് കേട്ടോ. അവിടെ പോയി. ഓക്കെ, ഇതെന്തോ ഇവിടെ തന്നെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രധാനപ്പെട്ട പോയിന്റുകൾ. ഇത്രയും പോയിന്റുകൾ നിങ്ങൾ വരച്ച് വെക്കുക. കാണാൻ വയ്യാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. 25 ഏറ്റവും മുകളിൽ 25,632 ക്ലോസ് ചെയ്തേക്കുന്നത്. 25,608, 25,529, 25,476, 25,348, 25,266, പിന്നെ 25,087. ഇത്രയുമാണ് വരച്ചേക്കുന്നത്. കണ്ണ് കാണാത്തവർക്ക്. മോളോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഓൾ ടൈം ഹൈ. ഇനിയിപ്പം നിങ്ങൾ ചോദിക്കും, സാറേ മോളോട്ടൊന്നും വരച്ചില്ലല്ലോ, മോളോട്ടത്തെ ടാർഗറ്റ് അറിയാൻ പറ്റുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അവരോട് പറയാനുള്ള സാധനം ഇപ്പം ഞാൻ പറയാം. അവരോട് പറയാനുള്ളത് ഈ ഹൈ നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോയാൽ ഇത്രയും ഭാഗം, ഈ ഒരു സംഭവം ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക്. കാരണം മോളി നമുക്കില്ല, ഇല്ലേ? മോളി നമുക്ക് പറയാൻ 26 സംഭവമുണ്ട്, പക്ഷെ നമുക്ക്
ഇത്രയും ഈ ഒരു ഹായ് നമുക്ക് വെച്ചേക്കാം. ഈ ഒരു സപ്പോർട്ട് വെച്ചേക്കാം. അതിനുശേഷം ഒരു വര ഇവിടെ വരച്ചിട്ടേക്കാം. അടുത്ത ടാർഗറ്റ് 25,730. ഓക്കെ, അതിനുശേഷം ബാക്കിയുള്ളത് നമുക്ക് അന്നേരം നമുക്ക് നോക്കാം. 25,730 ശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോവുമോ താഴോട്ട് പോവുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. വേണമെന്നുണ്ടെങ്കിൽ പ്രീവിയസ് എന്തെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് നോക്കിക്കോട്ടെ. ഞാനിത് നേരത്തെ വരച്ച് വെക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്കിങ്ങനെ നിങ്ങളിവിടെ പഠിച്ചോട്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഒന്നും കാണുന്നില്ല അവിടെ ഒന്നും വരകളൊന്നും അത്ര സുഖമുള്ള കാര്യങ്ങൾ. ഞാൻ വരച്ചത് ഏകദേശം ഓൾമോസ്റ്റ് ആണ്. ഇവിടെ ഒരു സപ്പോർട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, അതിന് ശേഷം വരയ്ക്കാനുള്ളത് ഇവിടെ കൂടെ ഒരെണ്ണം വരച്ചേക്കാം. ഇവിടെ ഒരെണ്ണമുണ്ട്. ഓക്കെ, 25,875. നീ വരയ്ക്കണം, വരച്ചു തരാം. അടുത്തത് വരയ്ക്കാനുള്ളത് ഈ 2 ലൈൻ 26,090. ഓക്കെ, അത്രേ ഉള്ളൂ, അത്രയും മതി. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. ഇത് അടുത്ത ടാർഗറ്റുകൾ ഇനി 25,875, 25, 26,90. ഇനി നമുക്ക് നോക്കാം ഇനി എങ്ങനെയാണ് മാർക്കറ്റ് പോകുന്നതെന്ന് നമുക്ക് നോക്കാം. എന്തായാലും നമുക്കൊരു ക്ലിയർ പിക്ചർ കിട്ടണമെങ്കിൽ തിങ്കളാഴ്ചത്തെ മാർക്കറ്റ് കഴിഞ്ഞെങ്കിൽ നമുക്കൊരു ക്ലിയർ പിക്ചർ, മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് എങ്ങനെയാണെന്ന് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് തിങ്കളാഴ്ചത്തെ മാർക്കറ്റ് കാണുമ്പോൾ കറക്റ്റ് അറിയാൻ പറ്റും എന്താണ് മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ്, എങ്ങോട്ടാണ് ഗതി എന്ന് കറക്റ്റായിട്ട് നമുക്ക് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ചത്തെ മാർക്കറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ നിഫ്റ്റിക്കകത്തിൽ പറയാൻ. അതുപോലെ തന്നെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ പറയുന്ന പോലെ തന്നെ ഡേ ക്യാൻഡിലോട്ട് പോവാം. ഇതെല്ലാം കളയാം. അപ്പം ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈ ടച്ച് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിലെ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും ഒരു നെക്സ്റ്റ് സപ്പോർട്ട്. ഈ ഒരു പോയിൻ്റാണ് നിങ്ങളുടെ സപ്പോർട്ട്. ഓക്കെ, കളർ മാറ്റാം. ഇതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ട്. മാർക്കറ്റ് 57,443, 57,038 വന്ന് സപ്പോർട്ട് എടുക്കുന്നുണ്ടോ നോക്കുക. ഇവിടെ സപ്പോർട്ട് എടുക്കുന്നുണ്ടോ നോക്കുക. അങ്ങനെ സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടുന്ന് ഒരു ബുള്ളിഷ് സെറ്റപ്പ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തന്നെ ഇവിടെ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ HDFCയെ നോക്കണം. HDFC ഒരു ബുള്ളിഷ് സെറ്റപ്പിലാണ്. പക്ഷേങ്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നല്ലപോലെ മാർക്കറ്റ് അന്ന് താഴെ പോയിട്ട് മാർക്കറ്റ് തിരിച്ച് പോസിറ്റീവിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം HDFC ഓൾ ടൈം ഹൈ കട്ട് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം ഇനിയും HDFCയിൽ ഒന്ന് കട്ട് ചെയ്തൊന്ന് ഇത് കളയാൻ ഇത് ഇൻട്രാഡേ വരച്ചതാണ്, കളഞ്ഞേക്കാം. ഓക്കെ, ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ കിടപ്പുണ്ട്. നമുക്ക് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കാം. നമുക്ക് ട്രെൻഡ് ലൈന് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. കറക്റ്റ് HDFC റെസിസ്റ്റൻസ് എടുത്ത് നിൽക്കുകയാണ്. കണ്ടോ HDFCയുടെ ഗതി കണ്ടോ? കറക്റ്റ് HDFC കറക്റ്റ് ഒരു ട്രെൻഡ് ലൈനകത്ത് വന്ന് നിന്ന് കറക്റ്റ് റെസിസ്റ്റൻസ് എടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ HDFCക്ക് മുകളിലോട്ട് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ HDFCക്ക് ഫർദറായിട്ടൊരു മൂവ് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അത് വളരെ സ്ട്രോങ് ക്യാൻഡിലായിരിക്കണം ഈ ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ HDFCക്ക്, എങ്കിൽ മാത്രമേ ഫർദർ മൂവ് കാണാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ HDFC നേരെ തിരിച്ച് വന്ന് ഈ ലൈൻ ഈ 2008 സപ്പോർട്ട് എടുത്ത് നിന്ന് തിരിച്ചു പോയാൽ ഓക്കെ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് തിരിച്ച് ബ്രേക്ക് ചെയ്ത് വന്നാൽ ഈ പറയുന്ന ഈ സപ്പോർട്ടുകളൊക്കെ നിലവിൽ ആക്റ്റീവാണ്. 1880 ഈ 1880 എന്ന് പറയുന്നത് മേജർ സപ്പോർട്ടാണ്. ഇവിടെ വന്ന് സപ്പോർട്ട് എടുക്കുന്നുണ്ടോ നോക്കുക. HDFCയുടെ ഗമനത്തെ ആശ്രയിച്ചിരിക്കും ബാങ്ക് നിഫ്റ്റിയുടെ പോക്ക്. അതുകൊണ്ട് രണ്ടും ഓൾ ടൈം ഹൈ ആണ്. പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ 8ൻ്റെ പണി കിട്ടും. നല്ലപോലെ ഒന്ന് താഴോട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. ബാങ്കിങ് സെക്ടറിലുള്ള ഹെവി വെയിറ്റേജ് സ്റ്റോക്കുകൾ നോക്കുക. അതായത് HDFCയും ICICI.
HDFC ICICI ആണ്, രണ്ട് പേരാണ്. ICICI കൂടെ നമുക്ക് നോക്കിയേക്കാം. ഇവർ രണ്ട് പേരായിരിക്കും നമ്മുടെ ബാങ്കിനെ നയിക്കാൻ പോകുന്നത്. ഈ ICICI പറയുന്ന പോലെ ഓൾമോസ്റ്റ് ഓൾ ടൈം ഹൈയിൽ നിൽക്കുകയാണ്. ഓക്കെ, അവരും ഈ പറയുന്ന പോലെ തന്നെ ഓൾ ടൈം ഹൈയിൽ ഇത് കട്ട് ചെയ്ത് മുകളിലോട്ട് പോകണം. ഇനിയിപ്പം ഇത് ഓക്കെ, തൽക്കാലം അതങ്ങനെ നിൽക്കട്ടെ, വേറെ കൂടുതലൊന്നും പറയാനില്ല ഇവിടെ. ഇത് 1471 കട്ട് ചെയ്ത് മുകളിലോട്ട് പോകുന്നുണ്ടോ നോക്കുക ICICI. അങ്ങനെയാണെങ്കിൽ മാത്രം മുകളിലോട്ട്, ഇല്ലെങ്കിൽ തിരിച്ച് വീണ്ടും ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നവർ HDFC ICICI നോക്കുക. അതുപോലെ തന്നെ കോട്ടക് ബാങ്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഓൾ ടൈം ഹൈ ആണ്. ഓൾ ടൈം ഹൈ അടുത്ത് നിൽക്കുകയാണ് മാർക്കറ്റ്. ഒരു പക്ഷെങ്കിൽ അത് പക്ഷേ ശരിക്കും പിടിച്ച് നിൽക്കുന്നുണ്ട്. ഏങ്ങാനും രീതിയിൽ ഈ റേഞ്ചിൽ ഈ വരച്ചിട്ട് 2253 തിരിച്ചിറങ്ങുന്നുണ്ടോ ഇല്ലയോ നോക്കുക. അപ്പോൾ ഈ ബാങ്കിങ് സെക്ടറിലുള്ള ഹെവി വെയിറ്റേജ് സ്റ്റോക്കുകളെല്ലാം നിങ്ങൾ നല്ലപോലെ വാച്ച് ചെയ്യണം. എന്നിട്ട് മാത്രമേ ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾ ട്രേഡ് എടുക്കാവൂ. ഓക്കെ, അപ്പം നമുക്ക് ജസ്റ്റ് അപ്പം ഇത് നോക്കിക്കുക. നിങ്ങൾ ഇവിടെ വന്ന് തിരിച്ച് ഡേ ക്യാൻഡിൽ 57.038 സപ്പോർട്ട് എടുക്കുന്നതെന്ന് നോക്കുക. സപ്പോർട്ട് എടുത്തതിന് ശേഷം മാത്രം നിങ്ങളൊരു ട്രേഡിനെ പറ്റി പ്ലാൻ ചെയ്യുക. ഇനി താഴോട്ട് വരയ്ക്കാനുള്ളത് ഒരു മിനിറ്റ്. ഓക്കെ, ഇതാണ് താഴോട്ടുള്ള ഒരു സപ്പോർട്ട്. പിന്നുള്ള സപ്പോർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഈ സാധനം. ഇത് തൽക്കാലം ഞാൻ ഈ 3 മാത്രമേ വരയ്ക്കുന്നുള്ളൂ. ഇനി മാർക്കറ്റ് ഇവിടുന്ന് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് ഇത്രയും മതി. ഇത്രയും ഇവിടുന്ന് ഇത്രയും ഭാഗം മൂവ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. 59,228. നമുക്ക് നോക്കാം അവിടെ എത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യം. ഓക്കെ, ഇതിലവിടെ കിടക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, തിങ്കളാഴ്ച നമുക്കൊരു കൺഫർമേഷൻ കിട്ടും മാർക്കറ്റിൻ്റെ ട്രെൻഡ് എങ്ങനെയാണെന്നുള്ളത്. അതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഓക്കെ, അതങ്ങനെ നിൽക്കട്ടെ. ഡേ 5 മിനിറ്റ്സ് ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വളരെ ശാന്തമായിട്ടാണ് സംസാരിക്കുന്നത്. വെറുതെ ബഹളം വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. കാരണം നമുക്ക് നിലവിലിപ്പോൾ ഒരു കൺഫർമേഷൻ ഇല്ല. ഒരു കൺഫർമേഷൻ വരണമെങ്കിൽ തിങ്കളാഴ്ചത്തെ മാർക്കറ്റ് കണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു കൺഫർമേഷൻ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പം ഇവിടെ ഇൻട്രാഡേയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹൈ കട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, തിരിച്ച് ഈ സാധനം ഇതിനകത്ത് മാർക്കറ്റ് എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നു ആ വഴിക്ക് മാർക്കറ്റ് പോകും. എങ്ങോട്ടാണ് ബ്രേക്ക് ചെയ്യുന്നത് ആ വഴിക്ക് മാർക്കറ്റ് പോകാനുള്ള സാധ്യതയുണ്ട്. ബാക്കിയെല്ലാം ഈ കിടക്കുന്ന പോലെ തന്നെ ഇവിടെ വീണ്ടും ഒരെണ്ണം ഒരു സപ്പോർട്ട് കൂടെ ഉണ്ട്. പിന്നെ പോകാനുള്ള സപ്പോർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഓക്കെ, തൽക്കാലം അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിത് നോക്കി നിങ്ങളുടെ ഇതിൽ വരച്ചിടുക, പോയിന്റുകൾ കറക്റ്റായിട്ട് വരച്ചിടുക. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരച്ചിട്ടാനിലൂടെ ഒത്തിരി കുറച്ചേറെ മുകളിലല്ലേ. ഇതിനിടയ്ക്ക് നമുക്കൊരു സാധനം ഇവിടെ കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മിനിറ്റ് ഇവിടുന്ന് ഇത്ര, കാരണം നമുക്ക് അപ്സൈഡ് അറിയത്തില്ല. ഓക്കെ, ഇത് നിങ്ങളൊന്ന് മാർക്ക് ചെയ്തിടുക. അതിനുശേഷം നമുക്ക് നോക്കാം എങ്ങോട്ടാണ് ഒരു റാലി ഉണ്ടാകുന്നത്. നമുക്ക് നോക്കിയിട്ട് ബാക്കി ട്രേഡ് നോക്കാം. തിങ്കളാഴ്ച എന്തായാലും നമുക്ക് കറക്റ്റ് കൺഫർമേഷൻ കിട്ടും. എന്താണ് മാർക്കറ്റിൻ്റെ ട്രെൻഡ് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. മിഡ് ക്യാപ്പ് കഴിഞ്ഞ ദിവസം ഞാൻ വരച്ചത് ഫ്യൂച്ചറിലാണ് വരച്ചത്. ക്ഷമിക്കണം, അറിയാതെ വരച്ചു പോയതാണ്. പക്ഷേ ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തായിരുന്നു. മിഡ് ക്യാപ്പിൽ ഒരു പക്ഷേ പ്രോഫിറ്റ് ബുക്കിംഗ് ഉള്ള സാധ്യതയുണ്ട്. കാരണം മറ്റവർ രണ്ടുപേരും ഓടിയപ്പോഴും അവൻ അനങ്ങാന്ന്. മറ്റവർ രണ്ടുപേരും ന്യൂട്രലിൽ നിന്നപ്പോൾ ഇദ്ദേഹം ഓടി, മറ്റവർ രണ്ടുപേരും പറന്നപ്പോൾ ഇദ്ദേഹം ന്യൂട്രലിൽ നിന്നു. അതാണ് സംഭവിച്ച കാര്യം. അപ്പം തൽക്കാലം നിങ്ങൾ ഇതിനകത്ത് ഓൾ ടൈം ഹൈ ഇവിടെ ഉണ്ട് 13,468.
ഓക്കെ, അത് ബ്രേക്ക് ചെയ്യുന്നത് നോക്കുക. ഈ ബാക്കി ഇവിടെ ലെവലുകളെല്ലാം ഇതുപോലെ തന്നെ, ഈ ലെവലുകൾക്കൊന്നും ഒരു മാറ്റമില്ല. മിഡ് ക്യാപ്പിലെ ലെവലുകൾക്കൊന്നും മാറ്റമില്ല. ഈ ലെവലുകൾ തന്നെ നിങ്ങൾ മാർക്ക് ചെയ്യുക. ഈ 13,500 ബ്രേക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക. അങ്ങനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ടാർഗറ്റ് ഈ പറയുന്ന ഇത്രയും സ്പേസ് തന്നെ. കാരണം നമുക്ക് അപ്സൈഡ് നമുക്ക് അറിയത്തില്ല. ഈ ലൈനെ ഒരു സെക്കൻഡ്, ഈ ലൈൻ ഒന്ന് കറക്റ്റ് ചെയ്യണം. ശരി, ഇതാ ഇങ്ങനെ നിന്നോട്ടെ. അതിനുശേഷം സപ്പോസ് അപ്സൈഡ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഇത്രയും പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അടുത്ത ടാർഗറ്റ് 13,573. അത്രയും ഭാഗം നിൽക്കട്ടെ. അതിനുശേഷം തിങ്കളാഴ്ചത്തെ ട്രെൻഡ് അനുസരിച്ച് അറിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചിന്തിക്കാം. അപ്പം ബാക്കി ലൈന് നിങ്ങൾ മിഡ് ക്യാപ്പിലുള്ളത് കളയണ്ട, അങ്ങനെ തന്നെ കിടന്നോട്ടെ. ഈ ഓൾ ടൈം ഹൈ കട്ട് ചെയ്യുമോ നോക്കണം. ഓൾ ടൈം ഹൈ ആണോ ഇത്? ഓൾ ടൈം ഹൈ ആണോ? ഒരു മിനിറ്റ് നോക്കിക്കോട്ടെ. അതെ, ഓൾ ടൈം ഹൈ, അതെ ഓൾ ടൈം ഹൈ ആണ്. അപ്പം നമുക്ക് നോക്കാം ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് വീണ്ടും പോകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കാണാം. ഒരു സെക്കൻഡ്. അപ്പം നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്, ഇതിനകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നത് നോക്കുക. ഇതിന് ശേഷം ഇത് ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു ഫർദർ മൂവ് നമുക്ക് മിഡ് ക്യാപ്പിനകത്ത് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീക്കിലുടെ വരെ. നമുക്കൊരു കൺഫർമേഷൻ, ഞാൻ പറഞ്ഞല്ലോ, ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടണമെങ്കിൽ തിങ്കളാഴ്ചത്തെ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ട്രെൻഡൊക്കെ നമുക്ക് അറിഞ്ഞെങ്കിൽ മാത്രമേ ഒരു ഫർദർ മൂവ് എങ്ങോട്ട് ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. അല്ലാതെ നമുക്ക് ചുമ്മാ കണ്ണുടച്ച് പറയാൻ പറ്റത്തില്ല. ഓക്കെ, കാരണം നമ്മളിപ്പോൾ ഒരു ബ്ലൈൻഡ് പോയിന്റിലാണ് നിൽക്കുന്നത്. മാർക്കറ്റ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം 1,500 പോയിന്റ് റാലി ചെയ്തു, അതൊക്കെ ശരിയാണ്. പക്ഷേങ്കിൽ മാർക്കറ്റിനെ ഇപ്പോഴും വിശ്വസിക്കാവുന്ന ഒരു രീതിയിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടില്ല. ആ ഒരു പോയിന്റിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടില്ല. നിങ്ങളത് മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഒരുപക്ഷെ വിശ്വസിക്കാം, ഒരുപക്ഷെ വിശ്വസിക്കാതിരിക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ മാർക്കറ്റ് ഇപ്പോഴും ഒരു ബുൾ റാലി തരത്തക്ക രീതിയിലുള്ള ഒരു സെറ്റപ്പിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടില്ല. അതിനുള്ള കൺഫർമേഷൻസ് ഒന്നുമില്ല. ഓക്കെ, ആ ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ US-ആയിട്ടുള്ള ട്രേഡ് ഡീലിനകത്തൊരു കൺഫർമേഷൻ നമുക്ക് വരണം. ഓക്കെ, അത് നല്ല രീതിയിൽ നമ്മുടെ ഇന്ത്യൻ എക്കണോമിയെ നല്ല രീതിയിൽ അത് ബാധിക്കും. അപ്പോൾ അതിനകത്തിൽ വരുന്ന ഔട്ട്കംസ് നമ്മുടെ മാർക്കറ്റിനെ നല്ലപോലെ ബാധിക്കും. അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് ഒരു പക്ഷെങ്കിൽ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. കാരണം ജൂലൈ 7-നാണ് ഇത് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അതുവരെ ഒരു പക്ഷെങ്കിൽ മാർക്കറ്റ് ഇങ്ങനെ ആടിക്കളിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പം നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിന് ഗുണമുള്ളത് ഏത്, ലാഭമുള്ളത് ഏത്, നഷ്ടമുള്ളത് ഏതെന്നൊക്കെ ആ ഡീല് വന്നെങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ കോർപ്പറേറ്റ് റിസൾട്ട്, ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ മാർക്കറ്റിനെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു ഒരു ചൂണ്ടുപലകയായിട്ടോ അല്ലെങ്കിൽ ഒരു മുന്നോട്ട് നയിക്കാനുള്ളൊരു ബൂസ്റ്റായിട്ട് വർക്ക് ചെയ്യും. ഇത് ബൂസ്റ്റായിട്ട് വർക്ക് ചെയ്യുമോ അതോ നമ്മുടെ കാറ്റഴിച്ചു വിടുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ തന്നെ നമുക്ക് കണ്ടറിയാം. അപ്പം എല്ലാവരും സൂക്ഷിച്ച് കണ്ട് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഈ കിട്ടിയതൊക്കെ നിലനിർത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എനിക്ക് വിശ്വസിച്ച എല്ലാവർക്കും വളരെയധികം നന്ദി പറയുന്നു. എല്ലാവരോടും നന്ദി. നിങ്ങളുടെ സ്നേഹം മാത്രം മതി, അതിന് നിലനിർത്തണം. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി വീക്കെൻഡ് ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ വരുന്ന ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.